കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ബൈബിൾ എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ ബിബ്ലിയ എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം പുസ്തകങ്ങൾ എന്നതാണ്. ഈ പദം തന്നെ ബൈബിളിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. കാരണം ഇതൊരു പുസ്തകം മാത്രമല്ല, മറിച്ച് പല പുസ്തകങ്ങളുടെ സമാഹാരമാണ് എന്നത് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ ആശയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന്. ഈ വചനത്തിൽ പുസ്തകങ്ങളിൽ എന്ന സ്ഥലത്ത് എബ്രായ ഭാഷയിൽ ബസേഫാരീം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പുസ്തകങ്ങളിൽ എന്നാണ്. അതുപോലെ തന്നെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുവജന്റിൽ ഇതേ ആശയം, അതായത് ടൈസ് ബിബ്ലിയോയിസ് എന്ന രൂപത്തിൽ കാണപ്പെടും. ഇത് പിന്നീട് ബിബ്ലിയ എന്ന പദത്തിൻ്റെ ഉപയോഗത്തിന് ഭാഷാപരമായ അടിസ്ഥാനമായി പ്രവർത്തിച്ചു. ഈ പദത്തിൻ്റെ മൂലരൂപത്തെയും വികാസത്തെയും കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ബിബ്ലിയ എന്ന പദത്തിൻ്റെ മൂലരൂപമാണ് ബിബ്ലോസ് അല്ലെങ്കിൽ ബൈബ്ലോസ് എന്നത്. ഇത് പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന എഴുത്തുപകരണമായ പാപ്പിറസുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. ഈ പാപ്പിറസ് ഈജിപ്തിലെ നൈൽ നദീതീരങ്ങളിൽ വളരുന്ന ഞാങ്ങണത്തിൽ നിന്ന് നിർമ്മിച്ചിരുന്നതാണ്. പുരാതന ലോകത്തിലെ പ്രധാന എഴുത്തു സാമഗ്രിയായിരുന്നു പാപ്പിറസ്. ഇതോടൊപ്പം ഈ പാപ്പിറസ് വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഫെനീഷ്യയിലെ ബൈബ്ലോസ് എന്ന പട്ടണത്തിൻ്റെ പേരും ഈ പദത്തിൻ്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. അതിനാൽ പദത്തിൻ്റെ വികാസം ക്രമമായി ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ബിബ്ലോസ് എന്നത് പാപ്പിറസ് സംബന്ധമായ എഴുത്തുപകരണത്തെ സൂചിപ്പിച്ചു. അതിൽ നിന്ന് രൂപപ്പെട്ട ബിബ്ലിയോൺ എന്നത് ഒരു പുസ്തകത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ ബഹുവചനം ബിബ്ലിയ, പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടു. തുടർന്ന് ഈ പദം ക്രൈസ്തവരിൽ ഒരു വിശുദ്ധ തിരുവഴുത്തുകളുടെ സമാഹാരത്തെ സൂചിപ്പിക്കുന്ന സാങ്കേതിക പദമായി സ്ഥിരമായി പ്രയോഗിക്കപ്പെട്ടു. ഇതോടൊപ്പം ഈ പദത്തിന്റെ ഉപയോഗത്തിൽ സംഭവിച്ച ഭാഷാപരമായ മാറ്റവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരംഭകാല ക്രൈസ്തവരിൽ ദ ബുക്സ് എന്ന അർത്ഥമുള്ള ട ബിബ്ലിയ എന്ന പ്രയോഗം തിരുവഴുത്തുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇത് ബഹുവചന രൂപമാണ്. എന്നാൽ പിന്നീട് ലാറ്റിൻ ഭാഷയുടെ സ്വാധീനത്തോടൊപ്പം ഈ ബഹുവചനം ഏകവചന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ പല പുസ്തകങ്ങളുടെ സമാഹാരമായിരുന്നാലും ഒരു ഏകീകൃത ഗ്രന്ഥമായി അത് മനസ്സിലാക്കപ്പെടാൻ തുടങ്ങി. ഈ ഭാഷാപരമായ മാറ്റം തിരുവഴുത്തുകളുടെ ആന്തരിക ഐക്യത്തെയും സൂചിപ്പിക്കുന്നു. തുടർന്ന് ഈ പദം ഗ്രീക്കിൽ നിന്ന് ലാറ്റിനിലേക്കും അവിടെ നിന്ന് പഴയ ഫ്രഞ്ചിലേക്കും പിന്നീട് ഇംഗ്ലീഷിലേക്കും വ്യാപിച്ചു. ഇന്നത് ലോകത്തിലെ മിക്ക ഭാഷകളിലും വ്യത്യസ്ത രൂപങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. ഇങ്ങനെ ബൈബിൾ എന്ന പേര് ഒരു സാധാരണ പദത്തിൻ്റെ വികാസം മാത്രമല്ല, ഭാഷാപരവും ചരിത്രപരവുമായി വികസിച്ച ഒരു വിശുദ്ധ സാങ്കേതിക നാമമായി മാറിയതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും.